കേരള ബിജെപിയിൽ പുനഃസംഘടന. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനം നവംബറിൽ. ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നവംബർ വരെ ജെ.പി. നദ്ദയ്ക്കും പകരക്കാരൻ ഉണ്ടാകില്ല. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയൊക്കെയാണ് തീരുമാനം? ബിജെപിയുടെ കേരള പുനഃസംഘടന നവംബർ മാസത്തിൽ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ജെ.പി. നദ്ദയ്ക്ക് തൽക്കാലം പകരക്കാരൻ ഉണ്ടാകില്ല എന്നുള്ളതും ഇപ്പോൾ വിവരങ്ങളായി പുറത്തു വരികയാണ്. നവംബർ വരെ ജെ.പി. നദ്ദ ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരും. അതിനുശേഷമാകും മറ്റേതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുക. കേരള ബിജെപിയിൽ പുനഃസംഘടന എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, പറയൂ. ഇന്ന് ദില്ലിയിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയ ശേഷം മാത്രം പുനഃസംഘടനയിലേക്ക് പോയാൽ മതി എന്നൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ, അതായത് സെപ്റ്റംബർ 1 മുതൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമാകും. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒക്ടോബറോടുകൂടി പൂർത്തിയാക്കി നവംബറിൽ പുനഃസംഘടനയിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നിലവിൽ ജെ.പി. നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരും. അതോടൊപ്പം തന്നെ സംസ്ഥാന പുനഃസംഘടനയും നവംബറിൽ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരും നിലവിലില്ല എന്നതാണ്. നേരത്തെ കെ സുഭാഷ് ആയിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. പക്ഷേ സംസ്ഥാന നേതൃത്വവുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് RSSലേക്ക് കെ സുഭാഷ് തിരിച്ചു പോയിരുന്നു. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രചാരകനായിട്ട് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറിയെ വിട്ടു നൽകാൻ RSSും തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയ ശേഷം RSSനെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിലടക്കം തീരുമാനമെടുക്കാമെന്നതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നവംബറിലായിരിക്കും കേരളത്തിൽ പുനഃസംഘടന ഉണ്ടാകുക. നിലവിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നുണ്ട്. പക്ഷേ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഒരാവശ്യം ശക്തമായി തന്നെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രനെതിരെ ബിജെപിക്കുള്ളിൽ തന്നെ പടയൊരുക്കം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നവംബറിൽ പുനഃസംഘടന എന്നുള്ള തീരുമാനം കൂടി വരുന്നത്. നിർണായകമാണ് കേരളത്തിലെ ബിജെപി ഘടകത്തിന്. വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്.